ഹായ്, ഇന്നത്തെ ലെസൺ ഒരു റിക്വസ്റ്റഡ് ടോപ്പിക്കാണ്. ഈ ചാനലിലെ വീഡിയോസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന പ്രവീൺ കുമാറിൻ്റെ റിക്വസ്റ്റ് ആണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓക്കെ. ഇതിൻ്റെ ഉപയോഗം എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഗുഡ് എന്ന് പറയാറുണ്ട്. ഗുഡ് എന്നാൽ നല്ലത്. ഇറ്റ്സ് ഗുഡ് എന്ന് പറയുന്നത് നല്ലത്. ഇറ്റ്സ് ബാഡ് എന്ന് പറഞ്ഞാൽ അത് മോശമായത്. അപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്, ബാഡ് എന്ന് പറയുന്നത് മോശമായത്. ഇതിന് രണ്ടിനും ഇടയിലുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. നല്ലതുമല്ല ചീത്തയുമല്ലാത്ത ഒരവസ്ഥ, അതിന് രണ്ടിനും ഇടയിലുള്ളൊരവസ്ഥ. ഇറ്റ്സ് ഓക്കെ, മോശം അല്ല, പക്ഷേ അത് ഗുഡ് എന്ന ഒരു അവസ്ഥ, നല്ലത് എന്ന ഒരു അവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതാണ്. കുറച്ച് കൂടുതൽ അടുപ്പം നല്ലതിനോടാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ഓക്കെ ഉപയോഗിക്കുന്നത്. സാറ്റിസ്ഫാക്ടറി ലെവൽ, അത് അതായത് സുഖമില്ലാതിരിക്കുന്ന ഒരാളോട് നമ്മൾ ഹൗ ഡു യു ഫീൽ ടുഡേ, ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ്. ഐ ഫീൽ ഓക്കെ എന്ന് പറയാം. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ ആം ഓക്കെ. ഒരു എക്സ്പീരിയൻസിനെ പറ്റി, ഒരു എങ്ങനെയുണ്ടായിരുന്നു അത്, ഹൗ വാസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു അത്, ഇറ്റ് വാസ് ഓക്കെ. അപ്പോഴും നമുക്ക് ഓക്കെ ഉപയോഗിക്കാം. ദാറ്റ് വാസ് നോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു സാറ്റിസ്ഫാക്ടറി ലെവലിലേക്ക് എത്തിയില്ല. ദാറ്റ് വാസ് നോട്ട് ഓക്കെ. ആർ യു ഓക്കെ വിത്ത് ദ ഡിസിഷൻ? ആ ഒരു ഡിസിഷൻ, തീരുമാനത്തോട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതിനോട് യോജിപ്പുണ്ടോ എന്നാണ്. ആർ യു ഓക്കെ വിത്ത് ദാറ്റ് ഡിസിഷൻ? ആർ യു ഓക്കെ വിത്ത് ഗോയിങ് ടു ദാറ്റ് മൂവി? അതായത് എല്ലാവരും കൂടി ഒരു മൂവി കാണാൻ പോകുന്നു, പക്ഷേ അപ്പോൾ രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ആർ യു ഓക്കെ വിത്ത് ഗോയിങ് ടു ദാറ്റ് മൂവി? നിങ്ങൾക്ക് ആ മൂവി കാണാൻ പോകുന്നതിനോട് ഓക്കെ ആണോ, യോജിപ്പുണ്ടോ, അതിഷ്ടമാണോ എന്നാണ്. അവിടെ ആർ യു ഓക്കെ ഗോയിങ് എന്നാണ്. ഗോയിങ് എന്നത് ഒരു ജെറണ്ട് ആണ്, ING ഫോമുള്ള വേർബാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആർ യു ഓക്കെ വിത്ത് ഗോയിങ് ടു ദാറ്റ് മൂവി? ഐ ആം നോട്ട് ഓക്കെ വിത്ത് ദിസ് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഫോമാണ്. ഐ ആം നോട്ട് ഓക്കെ വിത്ത് ദിസ്, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാണ് ഐ ആം നോട്ട് ഓക്കെ വിത്ത് ദിസ്. ഓക്കെ നമുക്ക് ഒരു വെർബായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ എന്നത് V1 ഫോം, പിന്നെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഓക്കേയ്ഡ്, അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓക്കേയ്ഡ്. ഓക്കേയ്ഡ്. ഹി ഓക്കേയ്ഡ് ദ റിക്വസ്റ്റ്. ആ ഒരു റിക്വസ്റ്റ് അവൻ ഓക്കെ ചെയ്തു മീൻസ് അത് അപ്രൂവ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ഹി ഓക്കേയ്ഡ് ദ റിക്വസ്റ്റ്. ദ റിക്വസ്റ്റ് വാസ് ഓക്കേയ്ഡ്. ആ റിക്വസ്റ്റ് ഓക്കെ ചെയ്യപ്പെട്ടു, അതായത് ആ റിക്വസ്റ്റ് ഓക്കെ ആയി എന്നാണ്. ആരോ ആ റിക്വസ്റ്റ് ഓക്കെ ആക്കി. അപ്പോൾ ദ റിക്വസ്റ്റ് വാസ് ഓക്കേയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഒരു പാസീവ് ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ റിക്വസ്റ്റ് വാസ് ഓക്കേയ്ഡ് എന്ന് പറയുമ്പോൾ ഓക്കേയ്ഡ് എന്നത് വേർബിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ആ സെൻറ്റൻസ് ഒരു പാസീവ് ഫോമിലുള്ള സെൻറ്റൻസാണ്. ദ റിക്വസ്റ്റ് വാസ് ഓക്കേയ്ഡ്. അപ്പോൾ വേറെ ആരോ ആ റിക്വസ്റ്റ് ഓക്കെ ആക്കി. നമുക്കറിയില്ല ആരാണ് ഹു സെഡ് ഓക്കെ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ആരാണ് ഓക്കെ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. ദ റിക്വസ്റ്റ് വാസ് ഓക്കേയ്ഡ്. അപ്പോഴും അവിടെ വേർബാണ്, വേർബിൻ്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വേർബായിട്ടും ഉപയോഗിക്കാം. ഐ ആം നോട്ട് ഗോയിങ് ടു ഓക്കെ ദിസ്. ഇത് ഞാൻ ഓക്കെ ചെയ്യാൻ പോകുന്നില്ല. അതായത് എന്തെങ്കിലും ഒരു റിക്വസ്റ്റൊക്കെ ഒരു ബോസിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറിൻ്റെ അടുത്തോ ഒക്കെ കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹം അത് ഓക്കെ ചെയ്തില്ല എങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഐ ആം നോട്ട് ഗോയിങ് ടു ഓക്കെ ദിസ്, ഞാനിത് അപ്രൂവ് ചെയ്യാൻ പോകുന്നില്ല, അതല്ലെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള മീനിങ് ആണ് അവിടെ ഓക്കെ. ഐ ആം നോട്ട് ഗോയിങ് ടു ഓക്കെ ദിസ്. ഗോയിങ് ടു ഓക്കെ അതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അവിടെ ഗോയിങ് ടു ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോയിങ് ടു ഓക്കെ. ഇപ്പോൾ ഒരു ബാങ്കിലൊരു ലോണിന് വേണ്ടി ചെല്ലുന്നു. ഓക്കെ, ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ ഫൈനലി അത് അപ്രൂവ് ചെയ്ത് കിട്ടുമ്പോൾ they okayed the loan. അത് അവർ ഓക്കെ ആക്കി. they okayed, the bank okayed the loan. they didn't okay the loan. ആ ലോൺ അവർ ഓക്കെ ആക്കിയില്ല എന്ന് പറഞ്ഞാൽ അത് അപ്രൂവ് ചെയ്തില്ല. അവിടെ ആ ഒരു മീനിങ് ആണ്.
ഇനി നമുക്ക് noun ആയിട്ടും ഓക്കെ ഉപയോഗിക്കാം. She gave me the okay. She gave me the permission to do something. എന്തോ ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു പെർമിഷൻ തന്നു. She gave me the okay. അവിടെ noun ആണ്. I got the okay. I got the okay means I got the permission to do something. ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി എനിക്കൊരു പെർമിഷൻ കിട്ടി. I got the okay എന്ന് പറയാം. ഇനി adverb ആയിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാം. I am not feeling okay എന്ന് പറഞ്ഞാൽ I am not feeling well എന്നാണ്. അപ്പോൾ അവിടെ adverb ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫീലിംഗ് എന്ന ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡായിട്ടാണ് അവിടെ ഓക്കെ. ഐ എം നോട്ട് ഫീലിംഗ് ഓക്കെ എന്ന് പറയുമ്പോൾ ഓക്കെ അവിടെ adverb ആണ്. അപ്പോൾ സാധാരണഗതിയിൽ ഓക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അജക്റ്റീവായിട്ട്, കോമൺ ആയിട്ട് അജക്റ്റീവായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് പറഞ്ഞാൽ അജക്റ്റീവാണ് അവിടെ. ഷീ ഗേവ് ദ ഓക്കെ എന്ന് പറഞ്ഞാൽ നൗൺ ആണ് അവിടെ. ഐ എം നോട്ട് ഫീലിംഗ് ഓക്കെ എന്നാൽ ആഡ്വേർബായി. ഷീ ഓക്കേഡ് ദ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വേർബും ആയി. അപ്പോൾ പലതരത്തിൽ ഓക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.